പരസ്പരം തമ്മിലടിച്ച് നീങ്ങുന്ന ഇരുവിഭാഗം INL-നുമെതിരെ കർശന നീക്കങ്ങളുമായി ഇടതുമുന്നണി നേതൃത്വം. ഇനിയും യോജിപ്പിലെത്താതെ നീങ്ങുകയാണെങ്കിൽ ഇരുവിഭാഗത്തെയും മുന്നണിയിൽ നിന്നും ഒഴിവാക്കുമെന്നാണ് വ്യക്തമാകുന്ന സൂചനകൾ. മുന്നണിയുടെ കെട്ടുറപ്പിനെ ബാധിക്കുന്ന വിധത്തിൽ INL നടത്തുന്ന വിഭാഗീയ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കണമെന്ന് മുന്നണി നേതാക്കൾ പലതവണ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും പ്രാവർത്തികമായില്ല. സഹകരിച്ച് നീങ്ങാൻ തങ്ങൾ തയ്യാറാണെന്ന് വഹാബ് പക്ഷം മുന്നണി നേതൃത്വത്തെ അറിയിച്ചിരുന്നു. എന്നാൽ ദേവർകോവിൽ വിഭാഗം അതിന് തയ്യാറായതുമില്ല. ഈ സാഹചര്യത്തിലാണ് മുൻ മന്ത്രി അഹമ്മദ് ദേവർകോവിലിനോട് LDF യോഗത്തിൽ പങ്കെടുക്കാനും തീരുമാനമറിയിക്കാനും മുന്നണി നേതൃത്വം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇടതുമുന്നണിക്ക് ബാധ്യതയാകുന്ന വിധത്തിൽ ഒരു ഘടകകക്ഷി ചേരിതിരിഞ്ഞ് പരസ്യമായി ഏറ്റുമുട്ടുന്നതിൽ കടുത്ത അസംതൃപ്തിയാണ് മുന്നണിയിലെ മറ്റു പാർട്ടികൾക്കുള്ളത്. ഇരു INL നേതാക്കളോടും വിഭാഗീയ പ്രവർത്തനം അവസാനിപ്പിക്കണമെന്നും ഒറ്റ പാർട്ടിയായി മാത്രമേ മുന്നണിയിൽ തുടരാനാവുകയുള്ളൂ എന്ന താക്കീത് മുന്നണി നേതാക്കൾ നൽകിയത് ഈ സന്ദർഭത്തിലായിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3 സീറ്റാണ് LDF INL-ന് നൽകിയത്. കോഴിക്കോട് സൗത്തും വള്ളിക്കുന്നും കാസർകോടും. INL നേതാക്കളായ അഹമ്മദ് ദേവർകോവിൽ കോഴിക്കോട് സൗത്തിലും പ്രൊഫസർ അബ്ദുൽ വഹാബ് വള്ളിക്കുന്നിലും MA ലത്തീഫ് കാസർകോട്ടും മത്സരിച്ചു. സൗത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ദേവർകോവിൽ മന്ത്രിയുമായി. ഇതിനുശേഷമാണ് പാർട്ടിക്കുള്ളിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ മറനീക്കി പുറത്തെത്തിയതും ചേരിതിരിഞ്ഞ് തെരുവിൽ ഏറ്റുമുട്ടിയതും. പ്രൊഫസർ AP അബ്ദുൽ വഹാബ് നേതൃത്വം നൽകുന്ന INL-ലെ മുൻനിര നേതാക്കളെ ദേവർകോവിൽ വിഭാഗം ഇടപെട്ട് പുറത്താക്കിയതാണ് പൊട്ടിത്തെറിക്ക് പ്രധാന കാരണം. എതിർവിഭാഗം നേതാക്കളായ ദേവർകോവിലും കാസിം ഇരിക്കൂറും ചേർന്ന് INL ദേശീയ നേതൃത്വത്തിൽ തങ്ങൾക്കുള്ള സ്വാധീനം ഉപയോഗിച്ച് നേതാക്കളെ പുറത്താക്കുകയായിരുന്നുവെന്നാണ് വഹാബ് പക്ഷത്തിന്റെ ആരോപണം. 2021 ജൂലൈയിൽ എറണാകുളത്ത് നടന്ന കൺവെൻഷനിൽ ഇരുവിഭാഗങ്ങളും പരസ്യമായി ഏറ്റുമുട്ടി. മുന്നണിയുടെ പ്രതിച്ഛായയ്ക്ക് ദോഷകരമായ ഈ സംഭവ വികാസത്തിൽ ഇരുവിഭാഗത്തിനും മുന്നണി നേതൃത്വം കർശന താക്കീത് നൽകിയെങ്കിലും പരസ്യ പോരാട്ടങ്ങളുമായി ഇരുചേരിയും മുന്നോട്ടു പോവുകയായിരുന്നു. പാർട്ടിയുടെ ആസ്ഥാന മന്ദിരത്തിന്റെ ഉടമസ്ഥാവകാശമടക്കമുള്ള തർക്കങ്ങളുമായി ഇരു പാർട്ടികളും നിയമ പോരാട്ടത്തിലുമാണ്. ഈ സാഹചര്യത്തിലാണ് ഇടതുമുന്നണി യോഗത്തിലേക്ക് 2 INL-നെയും ക്ഷണിക്കേണ്ടതില്ല എന്ന കർശന തീരുമാനത്തിലേക്ക് LDF എത്തിയത്. അതേസമയം മന്ത്രി എന്ന നിലയിൽ അഹമ്മദ് ദേവർകോവിൽ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. മന്ത്രിസ്ഥാനം രാജിവെച്ചതിന് ശേഷം ചേർന്ന മുന്നണി യോഗത്തിലാകട്ടെ ദേവർകോവിലിനെ പങ്കെടുപ്പിച്ചതുമില്ല. പരസ്പരം വിഴുപ്പലക്കലിന് പകരം എത്രയും വേഗം ഒത്തുതീർപ്പിലെത്തുക എന്ന മുന്നണി നിർദ്ദേശം അവഗണിക്കപ്പെടുന്നതിൽ പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കൾ കടുത്ത അസംതൃപ്തിയിലായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കാഹളം തൊട്ടടുത്ത് എത്തി നിൽക്കെ കർക്കശ തീരുമാനങ്ങളിലേക്ക് കടക്കാൻ തന്നെയാണ് ഇടതുമുന്നണിയുടെ തീരുമാനം. 2.5 പതിറ്റാണ്ടോളം മുന്നണിക്ക് പുറത്തുനിന്ന് പ്രവർത്തനം നടത്തിയതിനു ശേഷം 2018-ലാണ് INL ഇടതുപക്ഷ മുന്നണിയുടെ ഘടകകക്ഷിയാകുന്നത്. കാസർഗോഡ്, കണ്ണൂര്, കോഴിക്കോട് ജില്ലകളിലെ ചില മണ്ഡലങ്ങളിൽ നിർണായക സ്വാധീനവും INL-നുണ്ട്. കൊടുവള്ളി, കുന്നമംഗലം, ബേപ്പൂർ, കൊയിലാണ്ടി, കോഴിക്കോട് സൗത്ത്, നോർത്ത് മണ്ഡലങ്ങളിലും കൂത്തുപറമ്പ്, തലശ്ശേരി മണ്ഡലങ്ങളിലും INL-ന് നല്ല വേരോട്ടമാണുള്ളത്. മുന്നണിയിൽ നിന്നും INL-നെ മാറ്റി നിർത്തിയാൽ കോഴിക്കോട്, വടകര ലോക്സഭാ മണ്ഡലങ്ങൾ പിടിക്കാനുള്ള LDF നീക്കങ്ങൾക്ക് തിരിച്ചടിയുമാകും. അതേസമയം മുസ്ലിം ലീഗിലുള്ള ഒരു വിഭാഗത്തിന്റെ പരോക്ഷ പിന്തുണ നേടിയെടുക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണ് INL-ന് നൽകുന്ന താക്കീത് എന്നുള്ള ചർച്ചകളും സജീവമായി ഉയരുന്നുണ്ട്.